പിന്നെ മൊറോക്കോ കഥകളാണ് ഞാൻ പറയാൻ പോകുന്നത്, എല്ലാവരും ശ്രദ്ധിച്ചേക്കണം. പിന്നെ നിങ്ങൾക്ക് കയ്യിൽ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ മൊറോക്കോ പോവാം. നല്ല ഞാൻ പോയ ആ റിസോർട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ സൂപ്പറാണ്. കാരണം ഇന്ത്യക്കാർക്ക് പാസ്പോർട്ട് വിസ എടുത്താൽ മതി, 2-3 ദിവസത്തിനുള്ളിൽ വിസ കിട്ടും. വിസയ്ക്ക് വിസയ്ക്ക് എത്ര രൂപയായിരുന്നു? 6000-7000 ആ റേഞ്ചാണ് വിസയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവാം, നല്ലതാണ്. അടുത്തത് നമ്മൾ ഇനി അൽബേനിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് പോകും. അതെ തന്നെ. അപ്പം തുടക്കം തന്നെ നല്ല സുഖമായിരുന്നു, രസമായിരുന്നു. നമ്മളിവിടുന്ന് ഒരു എക്സ്ട്രാ ലഗേജ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് 3 മണിക്കൂറുള്ളൂ. നമുക്ക് ഇവിടുന്ന് UK പോകാൻ വേണ്ടി 3 മണിക്കൂറുള്ളൂ മൊറോക്കോയിൽ. അതായത് നോർത്ത് ആഫ്രിക്കയിലാണ് നിൽക്കുന്നത്, അതായത് പോർച്ചുഗലിന്റെ തൊട്ട് താഴെ. 4:30 ഇല്ലായിരുന്നു, 3 മണിക്കൂർ 10 മിനിറ്റ്. 3 മണിക്കൂറും 10 മിനിറ്റ്. ലണ്ടൻ ടു മൊറോക്കോ ഫ്ലൈറ്റ് ഡിപ്പാച്ചർ ഓക്കെ എക്സ്പ്ലോർ 3 hours 45 minutes, 3 hours 20 minutes, 3 hours 50 minutes. കേട്ടാ, ഇല്ല അത് നീ കിടന്ന് ഉറങ്ങിയോണ്ടല്ലേ, നിനക്കറിയത്തില്ല. ഞാൻ ഉറങ്ങാതെ ഞാൻ ഇരുന്ന് കണ്ടോണ്ട് എനിക്കറിയാം. ഇല്ല എന്തിനാവട്ടെ. അപ്പൊ നമ്മള് ലഗേജ് എക്സ്ട്രാ ലഗേജ് എടുക്കണം. അപ്പം 15 കിലോയുടെ ലഗേജ് എന്തായാലും നമ്മൾ കൊണ്ടുപോകുന്നതുകൊണ്ട് എക്സ്ട്രാ പൈസ കൊടുത്തു. ആ സമയത്ത് എത്ര 3000 രൂപ അതിന് എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതല്ല പറഞ്ഞിട്ട് കഥ. എന്നിട്ട് എന്ന് വെച്ചാൽ 3000 രൂപ നമ്മൾ ഓൺലൈനിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകണതിനും തിരിച്ചു വരുന്നതിനും ആക്കി. അപ്പോൾ എല്ലാം കൂടെ 6000-7000 ആ റേഞ്ചായി. അപ്പം എല്ലാ ഫ്ലൈറ്റിലും നമ്മൾ ലഗേജിൽ നിന്ന് കാണുമ്പോൾ എക്സ്ട്രാ ലഗേജിൽ നിന്ന് കാണുമ്പോൾ അതാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ ഇതിലും കൊടുത്തു. എന്നിട്ട് എയർപോർട്ടിൽ പോയി. നമ്മൾ ഇവിടുന്ന് സ്കോട്ട്ലൻഡിൽ നിന്ന് ആദ്യം ലണ്ടനിൽ പോയി, കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ വീട്ടിൽ, അവൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് പിന്നെ മൊറോക്കോയിലോട്ട് പോകാൻ. അപ്പോൾ എയർപോർട്ടിൽ കയറിയിട്ട് അവരതെല്ലാം റെഡിയായി. നമ്മൾ ചെന്ന് ബാഗൊക്കെ കൊണ്ടുവച്ചപ്പം നോക്കിയപ്പം വീണ്ടും ഒരു 8000 രൂപ അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ നമ്മളിത് ആൾറെഡി ഇതൊക്കെ ലഗേജിന് വാങ്ങിച്ചാണല്ലോ, പിന്നെന്താ ഇത് കാണിക്കുന്നത് വെച്ചപ്പോൾ അവിടുത്തെ നിൽക്കുന്ന ആളിനെ വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എടുത്ത സാധനം ക്യാബിൻ ലഗേജാണ്, വിദ്യാഭ്യാസം ഉണ്ടോയെന്ന് ചോദിച്ചു. നിങ്ങൾ ക്യാബിൻ ലഗേജാണ് വാങ്ങിച്ചത്, ഈ സാമാനം ഇത്രയും വലിയ സാമാനം ക്യാബിൻ ലഗേജിൽ എങ്ങനെ കൊണ്ടുപോകും, നിങ്ങൾ തലയിൽ വെച്ചോണ്ട് പോകണമെന്ന് ചോദിച്ചു. ഇത് ഹോൾഡ് ബാഗേജായിട്ട് എക്സ്ട്രാ എടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വേറെ 14000 രൂപ അടിച്ചത്. അങ്ങനെ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ നല്ല ഓംഫി കയ്യിൽ നിന്ന് 14000 രൂപ അങ്ങ് പോയി. മനസ്സിലായില്ലേ? അങ്ങനെ കയറിയപ്പോൾ തന്നെ നല്ലൊരു തുടക്കത്തിൽ കയറി. എന്നിട്ട് പിന്നെ ഫ്ലൈറ്റിലേക്ക് കയറി പോയി. നമ്മൾ തുടക്കമല്ലേ, ഇതൊന്നും നമ്മൾ കാര്യമാക്കണ്ട, വിഷമിക്കാനൊന്നും വേണ്ട, പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കയറി. ഫ്ലൈറ്റ് എടുത്തു. മൊറോക്കോയിലെത്തിയിട്ട് കൂടെ ഉള്ള കൂട്ടുകാരനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അടുത്ത പടി കൂടെ ഉള്ള കൊണ്ട് പാസ്പോർട്ടും കാണിച്ച് മറ്റേ ഫോട്ടോ വയ്ക്കപ്പോൾ ഇത് തമ്മിൽ നിന്ന് ഒരു ബന്ധമില്ലല്ലോ പറയുന്നു. മറ്റേ പാസ്പോർട്ടിലാവാങ്ങില്ല കള്ളനുണ്ടല്ലോ, കള്ളന്മാർ മറ്റേ പിടിച്ചിട്ട് മറ്റേ ജയിലിൽ കൊണ്ടുപോയിട്ട് മറ്റേ ഇങ്ങനെ കാണിച്ചോണ്ട് ഒരു ഫോട്ടോ എടുക്കൂലേ, അതേ ഫോട്ടോ. ഇത് രണ്ട് കണ്ടിട്ട് ഇവനെ മനസ്സിലാവില്ല, അവരുടെ റിയാസിൽ ചാറ്റിലുണ്ട്. അവനെ കൊണ്ട് പോലീസ് കൊണ്ടുപോയി. അടുത്ത വള്ളി. അങ്ങനെ പിന്നെ അവനെ കാത്തിരുന്നു. അങ്ങനെ അവസാനം കൊണ്ടുവന്ന് ആശാൻ കരഞ്ഞുകൊണ്ട് മൊറോക്കോയിൽ വന്ന് കാലുകുത്തിയത്. ഞാനാണെങ്കിൽ നമ്മളറിയുന്നില്ല ഇവനെ പോലീസ് കൊണ്ടുപോയെന്ന് അറിയുന്നില്ല. ഞാൻ വന്നിട്ട് നമ്മൾ മൊറോക്കോയിലെത്തി എന്ന് പറയാൻ തന്നപ്പം വന്നിട്ട് പന്നും എന്നെ പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിൽ തുടങ്ങിയവായി. അങ്ങനെ മൊറോക്കോയിൽ വന്ന് കാല് കുത്തിയപ്പോൾ തന്നെ അടുത്ത വള്ളി കിട്ടി. പിന്നെ അടുത്ത വള്ളി എന്ന് പറഞ്ഞാൽ അടുത്ത വള്ളി എന്തിനാ നിൽക്കൂ? ഊബർ അല്ല. അതായത് നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ല, ഈ ഡാൻസും ഫുഡും എല്ലാം കൂടെ. അതായത് നമ്മളെ ബഗ്ഗി റൈഡ്, പിന്നെ ബഗ്ഗി ഡെസേർട്ട് റൈഡ്, പിന്നെ ഡാൻസ് ഷോ, പിന്നെ ഫുഡ്, അത് എല്ലാം കൂടെ ആക്കാൻ വേണ്ടിയിട്ട് 3900 ദർഹമായിരുന്നു, മൊറോക്കൻ ദർഹമായിരുന്നു. ഓക്കെ, അപ്പം അത് അവരെ കയ്യിൽ മറ്റേ കാർഡ് കൊടുക്കാൻ അവർക്ക് കാർഡ് എടുക്കില്ല, അതുകൊണ്ട് ക്യാഷ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത് നേരെ ATM വിട്ട് ATMിൽ ചെന്നിട്ട് കാർഡ് ഇട്ട് കൊടുത്തപ്പോൾ ആ ATM സാധനം വലിച്ചോട്ട് എടുത്തോണ്ടെങ്കിൽ
അങ്ങനല്ല, നീ എന്തിനാ ക്ലൈമാക്സ് പറയുന്നേ? എടാ ഞാൻ പറയട്ടെ എടാ ഇവിടെ തുടങ്ങിയ ഇത് എടാ കള്ളാട്ട് പോർഗേ ഇതറാ അവന് നേരത്തെ എൻ്റെ ഉമ്മ വേണമെന്ന് പറഞ്ഞായിരുന്നു. നോക്കിയിരിക്കുന്നൊക്കെ നാണോയി അപ്പം ഓക്കെ. എന്നിട്ട് കഥ ബാക്കി പറയാം. എന്നിട്ട് നമ്മൾ കൊണ്ടുപോയി കാർഡ് കൊണ്ടുപോയി ATM ഇട്ടപ്പോൾ ATM ഞാൻ എടുക്കുവാണെന്ന് പറഞ്ഞ് നല്ല രസം നല്ല രുചി പറഞ്ഞിട്ട് എടുത്തോണ്ട് പോയി. എന്നിട്ട് കാർഡ് എന്നിട്ട് നമ്മള് ഓക്കെ. എന്നിട്ട് നമ്മള് മറ്റേ പൈസ ഇതടിച്ച് ആദ്യം 2000 വെച്ചെടുക്കാൻ പറ്റും. 2000 ദിർഹം എന്ന് പറഞ്ഞാൽ 170 പൗണ്ട്. 170 പൗണ്ട് എന്ന് പറയുമ്പോൾ 20,000 അടുത്ത്. അപ്പം 2000 ക്ലിക്ക് ചെയ്ത് ആക്കി. അപ്പം മറ്റേ ക്യാഷ് വരുന്ന കള സൗണ്ട് കേട്ടിട്ട് അതിൻ്റെ തിരുത്തിയിട്ട് സെർവർ മെയിൻ്റെനൻസ് എന്ന് കാണിച്ചിട്ട് പിന്നെ ഒരനക്കവും ഇല്ല. തട്ടി നോക്കി മറിച്ച് നോക്കി, കാർഡും എൻ്റെ അകത്തായി, പൈസ എൻ്റെ അകത്തായി, ഒരു കോപ്പും കിട്ടിയില്ല. അതല്ല നമ്മൾ തിരിച്ചു വരാൻ നിൽക്കുക. എന്നിട്ട് അത് ഏത് ഇതൊന്നും ഞാൻ നോക്കുക. സമയം 6 മണിയായി. ഈ ATMന്റെ ബാങ്കിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ATM അതിന്റെ ബ്രാഞ്ച് ആയിട്ട് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഇതിന്ന് മറ്റേ പൈസ കിട്ടില്ല, മീൻസ് ബാങ്കിൽ പോയി സംസാരിക്കാനും പറ്റില്ല. 6 മണി ആയതുകൊണ്ട് ബാങ്ക് ക്ലോസ് ചെയ്തു. പിറ്റേ ദിവസം നമ്മള് തിരിച്ചു വരാൻ നിൽക്കുക. അപ്പൊ ഇനി നമുക്ക് ആ പൈസ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? മുഞ്ചില്ലേ? നീ പറഞ്ഞൊന്നും കേട്ടില്ലെന്ന്. എന്നിട്ട് അവള് പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് ബാങ്കിന്റെ ATM സെയിം അടുത്തായിരിക്കുന്ന. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഇത് സ്റ്റക്കായിട്ട് കുറെ നേരം എന്നിട്ട് ആവുന്നില്ല. എന്നിട്ട് പിന്നെ നമ്മൾ ബാങ്കിൽ ചെന്ന് നോക്കിയപ്പം അവിടെ അതെന്റെ കൂട്ടുകാരനെ മറ്റവൻ പോയിട്ട് ഈ മൊറോക്ക ആൾക്കാർക്ക് അവർക്ക് ഇംഗ്ലീഷ് അങ്ങനെ അറിയത്തില്ല. അവിടെ നോക്കിയപ്പോൾ സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട് മൈ കാർഡ് ഗോട്ട് സ്റ്റക്ക്. അല്ലല്ല അങ്ങനെ പറയട്ടെ. മൈ കാർഡ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ATM ആൻഡ് ഇറ്റ്സ് നോട്ട് മണി ഈസ് നോട്ട് കമ്മിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ അപ്പൊ അങ്ങേർക്ക് മനസ്സിലാവുന്നില്ല. ഇവ എന്നിട്ട് കാർഡ് ATM കാർഡ് മണി നോക്കാം കാർഡ് ATM. സത്യമായിട്ട് പറയാണ്. അത് തള്ളുന്നില്ല, സത്യമായിട്ട് പറയാണ്. അമ്മത്തിട്ട് നടത്ത കാര്യമാണ്. മുച്ചറി നീൽ അസൻസിയോ ആൻഡ് ഡെസ്ട്രോ ആണ് ഇത് ടിവിക്ക് വേണ്ടി നമ്മുടെ TJ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർഡ് മണി TJയിൽ റോബ് ലൂസി സ്മോക്ഡ് ബാബ്സ് കൊച്ചുകുഞ്ചു. ബാക്കി കഥ ഇനി അടുത്ത ലൈവ് ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇത് TV വേഴ്സസ് ആരാണ്? TJ സേവിയർ ജോഡക് സ്പീക്കി ആൻഡ് അഖിൽ ജോഡാണ് TJക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന പ്ലേയേഴ്സ്. അപ്പൊ ഇന്ന് നമുക്ക് ഫൈറ്റ് തന്നെ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാം. ഇവിടെ എന്താണ് സംഭവിക്കാൻ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ TGA എല്ലാരും ഫ്യൂവൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ആസ് അവർ പാർട്ട് ഓഫ് ദർ പ്ലാൻ എനിക്ക് തോന്നുന്നു അവർക്കറിയാം അവരിന്ന് കളിക്കാൻ പോകുന്ന കളി 40 മിനിറ്റ് വരെ ടൈം നീണ്ടുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് ലോഡിയും വരുന്ന ലൈവിടോ വന്നിരിക്കുന്നത് ടിവിയുടെ 11 പ്ലേയേഴ്സ് ആണ്. വേണ്ടി തന്നെ അവരുടെ 5 വണ്ടികളും ഡയറക്റ്റ് ഡേർട്ട് ട്രാക്കിന്റെ ഒരു ഏരിയ നോക്കിയാണ് പോകുന്നത്. നമുക്കറിയാം എല്ലാവരും മോസ്റ്റ്ലി ഈ ഒരു ഏരിയയിലോട്ട് തന്നെയാണ് വരുന്നത്. അവരുടെ പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഡേർട്ട് ട്രാക്കിന്റെ അടുക്ക് വന്ന് മോബിയുടെ വണ്ടികൾ അവിടെ പിറ്റ് ചെയ്ത് അവിടെ മാറ്റി
മാറ്റിക്കൊണ്ടിരിക്കണം, നീ അവിടെ കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്ലാൻ വന്നിട്ടുണ്ട്. അവിടെ ഒരു പിന്നെ നിസാമിന്റെ ജോസൂട്ടിയുടെ വണ്ടിക്ക് വേണ്ടി അവർ നേരെ സോണിൽ കയറി ആദ്യമേ നീരൻ ഫയർ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. ഇല്ല, ഞങ്ങൾ ആദ്യം കയറുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ടിജിയുടെ പ്ലേസ് വരികയാണ്. രണ്ടുപേരും ഒരുമിച്ച് ഈ ഒരു കോർണറിൽ നിന്ന് ഇവിടുന്ന് അടിപൊളി കേട്ടു. യെസ്, ഇവിടെ ജുഗുറുവാൻ ഇറങ്ങിയിട്ട് അവരെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. നീ ഒന്ന് ഇങ്ങോട്ട് വരണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. ഓക്കെ, അവരുടെ പ്ലാൻ പാളി എന്ന് TJക്ക് പോയി ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആ ഒരു പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരവിടെ തിരിച്ചിവിടെ വരുമ്പോൾ മോബി ഇതാ ഇവിടെ അവരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ തൊണ്ട പോയി, ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് നോർമലി സംസാരിച്ചാൽ പറ്റേ. ടൈം ഫ്രീസോ? ഇല്ലല്ലോ, ടൈം ഓടുന്നുണ്ടല്ലോ, കാണുന്നില്ലേ? ഫുട്ബോൾ കണ്ടത് കേട്ടോ. ഫുട്ബോൾ മലയാളത്തിൽ കാണുന്ന ഇത്തിരി കുറയ്ക്കണം, അല്ല ഇംഗ്ലീഷ് കാണുന്ന എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. യെസ്, അവർ തിരിച്ച് വീണ്ടും അവർ സോണിലോട്ട് വരികയാണ്. അവർ ആ വണ്ടിയിൽ 2 പ്ലേസ് ആണുള്ളത്. സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡയറക്റ്റ് വണ്ടി കൊണ്ട് എഡ്ജിലോട്ട് നിർത്തിയിട്ടുണ്ട്. ആസൻസി അവിടെ വണ്ടി കൊണ്ട് നിർത്തി. ആസൻസി അവിടെ വണ്ടി ചാടി ഇറങ്ങാനോ വേണ്ടയോ ഇവര് ഫയർ ചെയ്യുന്നില്ല. ആസൻസി അവരവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ജോസൂട്ടി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അസൻസിയൊക്കെ ഒരു സ്പ്രേ വന്നു. അസൻസി അവിടുന്ന് ഫോൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. അവരെ തിരിച്ചു കയറ്റാൻ അവിടെ TV അവർക്കൊരു അവസരം കൊടുത്തത് വലിയൊരു മണ്ടത്തരമായി ഒന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അവർ TJയെ തിരിച്ച് അവരുടെ പ്ലാൻ വീണ്ടും എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ 5 വണ്ടികൾ അവർ ഈ ഒരു ഡേർട്ട് ട്രാക്കിൽ തന്നെ കൊണ്ടുപോയിട്ടിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ ഒരു ഡേർട്ട് ട്രാക്കിന് വേണ്ട, അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് സ്ഥലം മനസ്സിലായിട്ടുള്ളതാണ്. പ്ലാൻ മനസ്സിലായി. അങ്ങനെ ഇത് പണ്ടത്തെ ഏതാണ്? ഓക്കെ ഓക്കെ ഓക്കെ, നല്ല രീതിയിൽ അവരെല്ലാരും പൊസിഷൻ എടുത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നല്ല കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യാണ് അവരെ. TJ വിസാമിന് തലക്കിട്ട് മോബിയുടെ വകാണ്ട് കൊട്ട്. ആ ചോര തെറിച്ച് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. മോബി തിരിച്ചു വീണ്ടും ഒരു കൊട്ട്. അപ്പൊ മോബിക്കിട്ട് തിരിച്ച് ഇവിടെ നമ്മുടെ ഡ്രോപ്പ് ലൂച്ചിയുടെ വക ഒരടി. മോബിയുടെ പകുതി ആർമർ മോബിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മോബിന് ഹീൽ ചെയ്തിട്ട് പതുക്കെ വരാന്നാണ് മോബി പറയുന്നതെന്ന് തോന്നുന്നു. വിസാമ കൈ കാണിക്കുന്നു. ജോസൂട്ടി വണ്ടി എടുത്ത് അകത്തോട്ട് പോയി ആ ഒരു കോർണർ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഒരു ലക്ക് ഫാക്ടർ വെച്ച് നോക്കുവാണെങ്കിൽ മിക്കവാറും സോണ് TJക്ക് തന്നെ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. വേറെ അഡ്വാൻറ്റേജ് ആക്കി ജയിച്ചുകൊണ്ട് കേറുന്നതാണ് TJയുടെ ഒരു സ്റ്റൈൽ, TVയുടെ ഒരു സ്റ്റൈൽ. സോ മേ ബി നമുക്ക് കാണാം നല്ല നല്ല ഫൈറ്റുകൾ കാണണ്ടേ അല്ലേ? കഴിഞ്ഞിട്ട് കൂടുതൽ ഇരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ അതിലും എടുത്തതിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ് നീ ഉണ്ടെങ്കിൽ ഫ്രീ വാർ നമ്മള് പ്രോഗ്രസ് ചെയ്യാനെന്ന് പറഞ്ഞു. ഓ പിന്നെ കൂടുതൽ ടൈമില് അവനെ പോയി ട്രിഗർ ആക്കാൻ പാടില്ലല്ലോ. പറയേണ്ടി വരും കേട്ടോ. സസ്പെൻഷന് അവരുടെ ചില വണ്ടി ഗ്യാങ്ങുകളുടെ പ്രീമിയം വണ്ടിയെക്കാളും കിടില വണ്ടിയാണ് കോമൺ വണ്ടി. അങ്ങനെ അപ്പാപ്പൻ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ ഇപ്പൊ ലൈവില് നോക്ക്. പിന്നല്ല മൊണോപ്പൊളി പിന്നല്ല പാഷ്വാലിറ്റി ബാക്കിയൊന്നുമില്ല. 5 വണ്ടികളും നമ്മുടെ പോയെന്ന് പറയുന്നു പിള്ളേര്. അതെ, TV അവരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. TV നീലകണ്ഠനും അവരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിടാതെ അവരെ പിന്തുടർന്നോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അല്ല എടാ, നീ എസ് എന്ന് പറഞ്ഞ നീ എങ്ങനെയാ ഞാൻ പറഞ്ഞ കേൾക്കുന്നത്? വളരെ അധികമാണ്. TJക്ക് അവർക്ക് മനസ്സിലായി ഇനിയും നമ്മൾ വണ്ടി പിറ്റ് ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ സമയം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അവർക്കുള്ളൊരു ബോധം വന്നെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് അവർക്ക് കറക്റ്റ് ആ ഒരു പിടികിട്ടിയത്. ബട്ട് കറന്റ്ലി ഉള്ളൊരു സോണ് വളരെ ആദ്യമായി വന്നിരിക്കുന്നത്. ഇതേപോലത്തെ ഒരു സോണ് നമുക്ക് ഇതിനു മുമ്പ് വന്നിട്ടില്ല. നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു സോൺ പ്രശ്നം
എന്തൊക്കെ പ്രശ്നങ്ങൾ ആ ഒരു ഇതായിരുന്നു കളിക്കുടുക്ക വായിച്ചോണ്ടിരിക്കുന്നത്. പോയി കളി നോക്കുന്നു. ആയിരിക്കും സത്യം അറ്റാക്കിംഗ് ടീമിനെ സ്പെക്ക് ചെയ്തോണ്ടേയിരിക്കണം. മായാവിനെ പിടിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. തിരിച്ച് വീണ്ടും ഓക്കെ വഴി ഒരു അറ്റാക്കാണ് TJ പ്ലാൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു. TJ ആ ഒരു പ്ലേ ഗ്രൗണ്ട് ആ ഒരു ഏരിയയിൽ അവരുടെ വണ്ടി ഓൾറെഡി സ്കൗട്ട് ചെയ്ത് പറഞ്ഞിട്ട് ഇവിടെ ആരും ഇല്ല. പാണ്ടിക്കുത്ത് 12 പ്ലേയേഴ്സ് കൂടെ ബ്രിഡ്ജ് കളിക്കാൻ ഇവിടെ പ്ലാൻ ചെയ്തു. ഓ ഇടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ജോസൂട്ടിയുടെ വണ്ടീനെ നമ്മുടെ അസൻസിയോ. നല്ലൊരു എനിക്കാണെങ്കിൽ വീണ്ടും റൊട്ടേറ്റ് ചെയ്യാണ്. കൊച്ചുള്ളവർക്ക് ഒരു ഇടി കടിച്ചപ്പോഴാണ് ആ ജോസുട്ടി അവനെ ഇടിക്കുന്നു. നമുക്ക് അടുത്തങ്ങോട്ട് അവര് രണ്ട് സൈഡിൽ നിന്നും പ്ലാൻ ചെയ്തത്. അപ്പൊ നിങ്ങൾ അവിടെ വീണ്ടും പിറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ബട്ട് അവിടെ ഫയർ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടിട്ട് തന്നെ അവർക്ക് കവറിങ് അവിടെ TJയുടെ വണ്ടികൾ പിറ്റ് ചെയ്ത് ഇട്ടെടുക്കുന്നു ഫയർ ചെയ്യാൻ വേണ്ടി. സോണിൽ പോലും ഇതുവരെ തുടങ്ങി 17 മിനിറ്റ് ആയിട്ട് TJയുടെ വണ്ടികൾ പോലും അവര് സോണിന്റെ അകത്തോട്ട് പറഞ്ഞിട്ടുണ്ടാവല്ലേ. ശരിയാണല്ലേ. എന്താണ് അടുത്തൊരു സോൺ ഷിഫ്റ്റ്? നീ ഉദ്ദേശിച്ചത് എന്നെ മുമ്പിത്തരം പറയുന്നില്ലേ? അത് നീ എടുത്ത് പറഞ്ഞോണ്ട് നീ നല്ലോണം പറഞ്ഞാണോന്ന് എനിക്കിപ്പോ മനസ്സിലായി കേട്ടാ. ഇല്ല ഞാൻ ടർഫ് കളിക്കുന്ന ടൈമിൽ ഉണ്ടായില്ല, ഞാൻ സിറ്റിയിലേ ഉണ്ടായിട്ടില്ല. ഈ ഒരു സോൺ ഷിഫ്റ്റ് ഒരു സോൺ ഷിഫ്റ്റ് ആയി പോയി. കൂടെ കേറി അപ്പുറത്തിറങ്ങി ഇവിടെ ബാക്കിലുള്ള വണ്ടികൾ അവിടെ പോയി. ബാക്കിലുള്ള 2 വണ്ടികൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ സ്റ്റാബ് ചെയ്യാനാണ് പറയുന്നത്. ബട്ട് ഇവിടെ അസൻസിയോ അവരെ വിട്ടിട്ടില്ല. അസൻസിയോ ഇപ്പോഴും അവരെ പിന്തുടർന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ്. അതുവഴി കയറാൻ നോക്കിയ ഇവിടെ നമ്മുടെ നീലനും അതേപോലെ ചന്ദ്രവും ബാക്കിയുള്ള വണ്ടികളെ തുരത്തി വിട്ടിട്ടുണ്ട്. അവിടുന്ന് ഇവിടെ ഒരു വണ്ടി അവർ തറയിടിച്ച് കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇൻഫോർമേഷൻ ആണ് ഇതൊക്കെ. ഇപ്പോഴും TJയുടെ വണ്ടികളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബാക്കിൽ. അതേപോലെ അപ്പുറത്തെ സൈഡിൽ നീലൻ ചന്ദ്രൻ അവരെ സ്പോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. TJ എവിടാണ് അവരെ കറന്റ് ഉള്ള ഒരു ആംഗിളിൽ എല്ലാ സൈഡിൽ നിന്നും വണ്ടികളുടെ ഇത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഓക്കെ അവർ താഴെ പോയിട്ടുണ്ട്. 4 വണ്ടികൾ മുകളിലുണ്ട്. TJക്ക് എവിടാണ് അവർ എൻട്രി എടുക്കുന്നത്? വണ്ടി തട്ടിയിടാൻ റാവമ്മൻ ശ്രമിച്ചു. പക്ഷേ റാവുവിന്റെ വണ്ടി താഴെ ചെറുതായിട്ടൊന്ന് ആക്സിലേറ്റർ കൂടിപ്പോയതാന്ന് തോന്നുന്നു. TJയുടെ 2 പ്ലേയേഴ്സ് ഇവിടെ ബൈ ഫുട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ സോൺ ഇല്ല എന്ന് അവർ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. തിരിച്ച് വണ്ടിയിൽ വീഡിയോ തരാൻ വേണ്ടിയാ ബിറ്റ് ചെയ്യാൻ പോകുമ്പളേ. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? മുന്നയിൽ നിർത്തിക്കൊണ്ട് ഇതേ സെയിം സോൺ ആയിരുന്നു. ഈ താഴെ ഉണ്ടല്ലോ സോൺ എൻട്രിക്ക് വേണ്ടി TJ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു ഫൈറ്റ് ആയിരുന്നു അന്നത്തെ. ഒരു ആംഗിളിൽ നിന്നും അവരെ എൻട്രിക്ക് അലോ ചെയ്യുന്നില്ല. ആണോ? അവരുടെ വണ്ടികളെ നിരന്തരം ചൂഷണം ചെയ്യുന്നു. നീലകണ്ഠൻ ഇവരെന്ത് അവരുടെ ഒരു സമയത്ത് കൊച്ചുള്ളവർക്ക് താരട്ടോട്ട് ഓടുന്നു, ഒരു സമയത്ത് പെട്ടെന്ന് ഞെട്ടി എണീക്കും. 10 മിനിറ്റ് ടർഫ് തീർത്തല്ല. ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ 20 ഗൈസ് നമുക്ക് പുതിയൊരു റെക്കോർഡ് കിട്ടിയിരിക്കുകയാണ്. 20 മിനിറ്റ് ടർഫ് അല്ല ടോണൗട്ടും വെടിയും ഒന്നും ചെയ്യാനില്ല. ടർഫിൽ ഒരു സാധനം വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞുതരും വേണമെങ്കിൽ
ഇത് സത്യം പറഞ്ഞ ഇപ്പൊ ലക്ക് ബേസിലോട്ട് ഇത് പോയിട്ടുണ്ട്. കാരണം സോൺ ഇപ്പൊ നിക്കിയുടെ ഇല്ല, വണ്ടി ആ, സോൺ എൻട്രി ഇതിൽ എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ നിക്കിയുടെ വണ്ടിയുടെ ബോബി ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചു. but അത് കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു ബെയ്റ്റ് ആയിരുന്നത്. ടിജിയുടെ വണ്ടികളെല്ലാം റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും അടിച്ചെടുത്തത് അവന്മാർക്ക് ലക്കി ഇട്ടിട്ട് നമ്മൾ തന്നെയല്ലേ അടിച്ചെടുത്തത്, പുഷ് ചെയ്തെടുത്തല്ലേ. അത് കഴിവേട് ാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. മോബിയും അവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അസപ്റ്റിയുടെ കൂടെ തന്നെ ഉണ്ട്. ഒരാൾ ഇടത്തുനിന്ന് വലത്തോട്ട് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നിക്കിയുടെ വണ്ടിയുടെ അവിടെ മോബി ബ്ലോക്ക് പക്ഷേ അവരെ മാറ്റിയിരിക്കുകയാണ്. അവരെ സോണിന്റെ അകത്തിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ എവിടെ ഇറങ്ങിയാലും അടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മോനെ വിഷയം അവിടെ ചന്ദ്രൻ നല്ല ആളുണ്ടോ? രണ്ട് സൈഡിൽ നിന്ന് ചന്ദ്രനൊക്കെ അവിടെ ഓടി നടന്ന് പിക്ക് എടുക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ചന്ദ്രനൊക്കെ അവിടെ എല്ലാ ആംഗിളും. ടിജിയുടെ മോബി അതേപോലെ ജുഗുർ ഈ ഒരു ആംഗിൾ വന്നിറങ്ങിയിട്ടുണ്ട്. ഡെസ്റ്റോ അപ്പുറത്ത് ഹാർഡ് റഷ് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തുനിന്ന് മേളിൽ നിന്ന് വില്ലും ചന്ദ്രനെ അവർ അടിച്ചോണ്ടിരിക്കുകയാണ്. എവിടെ ഇറങ്ങിയാലും ചന്ദ്രനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അവർ ഹീൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ജോഡക്സ്മിക്ക് എല്ലാവർക്കും എല്ലാ ആംഗിളിൽ നിന്ന് അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സ്മോക്ക് ബാബ്സിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആംഗിളിൽ നിന്ന് അവർ ടി വി റഷ് ചെയ്ത് വരുന്നുണ്ട്. ഡൊമിനിക് അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. റോബ് ലൂച്ച് അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. ടിജെ മാലിക് റൈറ്റ് സൈഡിലുള്ള കാര്യം ടി വിക്കാർക്ക് അറിയുമെന്ന് അറിയത്തില്ല. അസൻസി അവിടെ ഹാർഡ് റഷ് ചെയ്ത് വരുന്നുണ്ട്. ചന്ദ്രൻ അവിടെ സേവറിനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. മോബി ആൻഡ് ജുഗുർ ആ ഒരു ആംഗിളിൽ കയറി വരുന്നുണ്ട്. ടിജിയെ വട്ടത്തിലിട്ട് അടിച്ചു കളഞ്ഞു. ഓക്കെ ജോഡക്സ്മിക്ക് ജുഗ്രു വിഴാം. ജുഗ്രുവിനെ അവരെല്ലാവരും അതേസമയം തന്നെ ബോബിയും വില്ലും എല്ലാരും അവരെ പിക്ക് ഓഫ് ചെയ്യണം. ഡെസ്റ്റോനെ അവിടെ അവരുടെ ബാക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് മാലിക്കിനെ അവിടെ എല്ലാരും വട്ടത്തിട്ട് അടിക്കുകയാണ്. നീല അവിടെ ചാടി അടിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. മാലിക്കിനെ ചാടി മാലിക്കിന്റെ കില്ല നീലകണ്ഠന് കിട്ടിയിരിക്കുകയാണ്. ജോസൂട്ടി ദ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ്. റാവു ഈ ഒരു ആംഗിളിൽ ഇവിടെ മൂന്ന് പേരുണ്ട്. നിക്കി ഉണ്ട് ഇവിടെ. നിക്കി റാവു അവിടെ റാവു സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാരും അവരെ സ്പോട്ട് ചെയ്ത് ആംഗിളിൽ വന്നോണ്ടിരിക്കുകയാണ്. ചന്ദ്രന്റെ വീടിന്റെ ബാക്കി കൂടെ ഓടുന്നതാണ് ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ. അസൻസിയോ പിക്ക് ഓഫ് ചെയ്തു റാവുവിനെ. നിക്കീനെ അവർ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നിക്കീനെ സ്പോട്ട് ചെയ്തിരിക്കുന്നു. നിക്കിക്ക് നല്ലൊരു ടൈം കിട്ടി. ഏബലിന്റെ ഫ്രണ്ടിലോട്ടാണ് നിക്കി വരുന്നത്. ഇല്ല, നിക്കി തിരിച്ച് സാവേജിന്റെ ഫ്രണ്ടിലോട്ട് പോയി. സാവേജ് നീല അതുപോലെ എല്ലാവരും മുകളിൽ നിന്നും താഴെ നിന്നും എല്ലായിടത്തും അടി വരുന്നുണ്ട്. ബട്ട് നിക്കീനെ അവര് വട്ടത്തിലിട്ട് അടിച്ചോണ്ടിരിക്കുകയാണ്. സോണുള്ളൊരു കാര്യം അവർക്ക് അറിയാമോ ഇല്ലെന്ന് അറിയത്തില്ല. ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ്. അവരിങ്ങനെ ബുക്കിലല്ലേ കൈവച്ചിലിടിച്ചു കൊല്ലുവനെ. അവൻ ചാവുന്നില്ലല്ലോ. ഇനിയും ഒരു 15 മിനിറ്റ് പിടിച്ചു നിൽക്കണം. അടിക്കാൻ പറ്റത്തില്ല. അവിടെ എങ്ങനെ അടിക്കാൻ പറ്റൂലെന്ന് നീല പറഞ്ഞെടുക്കും. ഗണ്ണ് വരില്ല. ഇതൊക്കെ എന്ത് കോമഡി. എന്താണ് ചാവൂട ഒരിക്കില്ല നിക്കുന്നതാണ് അത്. കാര്യമില്ല, മനസ്സിലായി. കേട്ട് കാര്യമില്ല അവിടെ. സൂപ്പർ. ബ്രോ വേണേ നമ്മ നിക്കാം. മോണ്ടേജ് ഉണ്ടാക്കാം. പുതിയ മോണ്ടേജ് എന്താ ചെയ്യാ. എത്ര വിക്ക് എത്ര വിക്ക് മോണ്ടേജ് ഉണ്ടാക്കാം. എന്റെ വില്ല് മോനെ
വേറെ മാറി കളിക്കാൻ. നീങ്ങ അങ്ങോട്ട് നീങ്ങി ചെല്ലി ഹലോ കാറ് വല്ലതും വേണോ വേറെ എവിടെയും കളിക്കാൻ കുത്തി? ആലോചിച്ച് നോക്കുന്നു ആലോചിച്ചു വാ 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 കോൺഫിഡൻസ് ഒക്കെ കൊടുക്കണ്ട. ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്കൊരിക്കലും വരില്ലേ. സത്യം കോക്കു എന്റെ അവസ്ഥയൊക്കെ നോക്കുന്നൊക്കെ കോക്കു ഒന്ന് ആലോചിച്ചൊക്കെ. ഞാൻ നിങ്ങളുണ്ട് അയ്യോ എന്നെ ചതിക്കല്ലേടാ ചതിക്കല്ലേ ചതിയും കൂടെ ഇല്ല 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 വണ്ടി അങ്ങോട്ട് ഇട്ടോട്. എടാ മോബി എന്താടാ ചതി മോബിയാന്നേ മോബിയാന്ന് ചതിച്ച എടാ വണ്ടി ഇട്ടു സൈഡിലോട്ട് ഇട്ടു കൊടുക്ക്. എന്തോ പരിപാടി നോക്കിണ്ട് വണ്ടി വന്ന് സേഫ് ആയിട്ട് രണ്ട് നമുക്ക് രണ്ട് ഞാനൊരു കാര്യം പറയാം. ഞാനൊരു സിമ്പിൾ സാധനം പറയാം. ഞാനൊരു സിമ്പിൾ സാധനം പറയാം. ചായ വണ്ടി എടുക്കുന്നു നമ്മുടെ വണ്ടിയുള്ള 2-3 പേരെ കൊല്ലാൻ പറ്റും. ഇനി വണ്ടി അളിയ എന്താടാ ഇത്? അവനെ വെറുതെ വിടാൻ പറയടാ. ടറപ്പിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് കൊല്ലാണ്ട് വെക്കണമല്ലോ ആലോചിച്ച്. നീ അത് തോന്നണ്ട കൊല്ലാണ്ട് വെക്കുമെന്ന്. അവര് ഇല്ലെങ്കിലൊന്നല്ല അവര് വെറുതെ അവിടെ കൊണ്ട് വെച്ചെടുക്കും കൊല്ലന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിക്കോ. അതിന്റെ അകത്ത് കയറിയപ്പോ തന്നെ അടിക്കും. ചന്ദ്രൻ അടിക്കും. ഞാൻ പറഞ്ഞില്ലേ കില്ല് പോടാ. സാഹിജിമാരൊന്നും കണ്ണെടുത്തില്ല. ചന്ദ്രഹാസൻ മാത്രം അടിച്ചുള്ളൂ. പിന്നെ അവനെ ഇല്ല ഞാൻ അടിച്ചിട്ട് അവ നല്ല അടി അടിച്ചെ. ഞാൻ ബാക്കറൊക്കെ വെറുതെ അടിച്ചിട്ട്. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ ടർഫ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്.